പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെ ദുരന്തഭൂമിയിലെത്തി. കേരളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ കണ്ണൂർ വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കെ ശൈലജ MLAയും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഉൾപ്പെട്ട സംഘം 3 ഹെലികോപ്റ്ററുകളായി വയനാട്ടിലേക്ക് തിരിക്കുകയായിരുന്നു. ശനിയാഴ്ച രാവിലെ 11:20ഓടെയാണ് പ്രധാനമന്ത്രി കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയത്. തൊഴുകൈകളോടെ തന്നെ കേരള മുഖ്യമന്ത്രി സ്വീകരിച്ചപ്പോൾ ഒപ്പമുണ്ടെന്ന് ബോധ്യപ്പെടുത്തും പോലെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയുടെ കൂപ്പുകൈയെ ഇരു കൈകൾ കൊണ്ടും അമർത്തിപ്പിടിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. കുമ്മനം രാജശേഖരൻ തുടങ്ങിയ നേതാക്കളും പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനെത്തിയിരുന്നു. 3 ഹെലികോപ്റ്ററുകളായിട്ടാണ് സംഘം വയനാട്ടിലേക്ക് തിരിച്ചത്. ആദ്യത്തേതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരു ഹെലികോപ്റ്ററിലാണ് ദുരന്തഭൂമിയിലേക്ക് പുറപ്പെട്ടത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മറ്റ് സംഘാംഗങ്ങളും മറ്റ് 2 ഹെലികോപ്റ്ററുകളിലും വയനാട്ടിലെത്തി. ദുരന്തഭൂമിയിൽ സൂക്ഷ്മമായ ആകാശ നിരീക്ഷണം നടത്തിയതിനു ശേഷമാണ് പ്രധാനമന്ത്രിയും സംഘവും കൽപ്പറ്റയിൽ ഒരുക്കിയ ഹെലിപാഡിൽ ഇറങ്ങിയത്. വലിയ പ്രതീക്ഷയോടെയാണ് കേരളം പ്രധാനമന്ത്രിയുടെ വരവിനെ ഉറ്റുനോക്കുന്നത്. ദുരന്തഭൂമിയുടെ ഉയർത്തെഴുന്നേൽപ്പിന് കേന്ദ്രം 2000 കോടി രൂപ അനുവദിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടിരുന്നു. കൽപ്പറ്റയിലെ ലാൻഡിംഗിനു ശേഷം പ്രധാനമന്ത്രിയും സംഘവും ചൂരൽമലയിലേക്ക് കാറിൽ തിരിക്കുകയായിരുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ മട്ടന്നൂർ മേഖലയിലും വയനാട്ടിലും കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് ഗ്രാമിക.